സെക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് ബേസിക്കലി സെക്ഷൽ ട്രാപ്പിലേക്ക് ഒരാളെ വീഴ്ത്തിക്കൊണ്ട് എക്സ്റ്റോർഷൻ നടത്തുന്നതിനാണ്. അതായത് ഒരു അപരിചിതമായിട്ടുള്ള നമ്പറിൽ നിന്നൊരു വീഡിയോ കോൾ വരുന്നു. ഈ വീഡിയോ കോൾ നമ്മൾ മുഖത്തിന് നേരെ വെച്ച് എടുക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നയാൾ ഒരു ലേഡി ആയിരിക്കാം. അവർ ചിലപ്പോൾ വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കാം, ചിലപ്പോൾ നഗ്നമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സെമി നേക്കഡ് അവസ്ഥയിലായിരിക്കാം. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നും ആ വീഡിയോ ഇൻസ്റ്റൻ്റിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഫേസും അതിനോടൊപ്പം തന്നെ ആ സ്ക്രീനിൽ ആ ലേഡിയുടെ കോംപ്രമൈസ്ഡ് പൊസിഷനിലുള്ള പിക്ചറും ഒരുമിച്ചാണ് റെക്കോർഡാവുക. അപ്പോൾ ഇത് ഒരു അപരിചിതൻ കാണുമ്പോൾ ഇവർ തമ്മിൽ ഒരു 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 കോംപ്രമൈസ് ടോക്ക് അല്ലെങ്കിൽ ഒരു സെക്ഷലി ഓറിയൻറ്റഡ് ഇൻട്രാക്ഷൻ നടന്നതായിട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നിമിഷ നേരം കൊണ്ട് റെക്കോർഡ് ചെയ്യും. നമുക്കിതിൽ അപകടം മനസ്സിലായി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ 5 സെക്കൻഡിൽ തന്നെ നമ്മുടേതും അപ്പുറത്തെ സൈഡിൽ നിന്നുമുള്ള വ്യക്തിയുടേതുമായി ചേർന്നുള്ള വീഡിയോ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഈ വീഡിയോ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് അയച്ചു തരും. അതിന് പുറകെ ഒരു കോളും വരും. മോസ്റ്റ്ലി ഇൻ്റർനെറ്റ് കോളായിരിക്കും. വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വഴിയുള്ള വാട്സാപ്പ് കോളോ അല്ലെങ്കിൽ ഫേസ് ടൈം കോളോ അങ്ങനെയുള്ള കോളുകളായിരിക്കും വരുന്നത്. വന്നതിന് ശേഷം നമ്മൾ പറയും ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പരിശോധിച്ചിട്ട് തിരിച്ചു വിളിക്കാൻ പറയും. അത് പരിശോധിക്കുമ്പോൾ നമ്മളും ഒരു 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 അപരിചിതയായ സ്ത്രീയും തമ്മിലുള്ള ഒരു സെക്ഷൽ ടോക്ക് നടന്നതുപോലെയുള്ള ഒരു വിഷ്വലായിരിക്കും. അപ്പോൾ തന്നെ ഒട്ടുമിക്കവാറും സ്വാഭാവികമായിട്ടും നല്ല സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന വ്യക്തികൾ പാനിക്കാവും. ഉടനെ തന്നെ ഫോളോ അപ്പ് കോൾ വരും. അതിൽ നല്ലൊരു തുക റാൻസമായിട്ട് ആവശ്യപ്പെടും. സാധാരണഗതിയിൽ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആദ്യ ഗഡു ആവശ്യപ്പെടാറുണ്ട്. അത് ആവശ്യപ്പെട്ട് കൊടുത്തില്ലെങ്കിൽ അവർ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട്സിനും നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുന്നതാണ് ഭീഷണി. ഈ പൈസ കൊടുത്താലും ഈ ഭീഷണി നിൽക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാന ഘടകം. പൈസ തരുന്ന ആളാണെന്ന് കണ്ടാൽ പരമാവധി ആ പൈസ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇത് ആക്ച്വലി ഒരു 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 എക്സ്റ്റോർഷനാണ്. കീപ്പിംഗ് ദ പേഴ്സൺ ഇൻ ഫിയർ ഓഫ് റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഫിയറിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു എക്സ്റ്റോർഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ്. ഇത്തരം കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കൂടുതലും രാത്രികാലങ്ങളിലാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിലൊക്കെ നമ്മൾ ഫലപ്രദമായി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കേസുകൾ ആളുകൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു മടി ഈ കേസിൽ കാണിക്കുന്നുമുണ്ട്. അതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്രോഡാണ്. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരാളുമായി വീഡിയോ കോൾ വിളിക്കേണ്ട കാര്യമില്ല. വോയിസ് കോൾ ഈസ് ഓക്കെ. നമുക്കൊരാൾ ആര് വേണമെങ്കിലും നമുക്ക് വോയിസ് കോൾ വിളിക്കാം. ചിലപ്പോൾ ഒരു എൻക്വയറി കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം അന്വേഷിക്കാൻ വിളിക്കുന്നതായിരിക്കാം, സ്വാഭാവികമായും വിളിക്കാം. വീഡിയോ കോൾ ഒരു അപരിചിതനുമായി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നും വീഡിയോ കോൾ വന്നാൽ അത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വോയിസ് കോൾ വിളിക്കാൻ പറയുക, കട്ട് ചെയ്തിട്ട് കമോൺ വോയിസ് കോൾ എന്നിട്ട് മെസ്സേജ് അയക്കുക. വോയിസ് കോൾ വരട്ടെ. വോയിസ് കോൾ വരുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണെങ്കിൽ അന്നേരം നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോ കോളുകൾ നമുക്ക് കൃത്യമായി നമ്മുടെ മൊബൈൽ നമ്പറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്നല്ലാതെ ഒരു വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാനേ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ജനറൽ സ്റ്റാൻഡേർഡിൽ നിന്നും ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജിയിലേക്ക് വികസിച്ച് വന്നു. സാധാരണ ഉണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ചില പാറ്റേണുകൾ മനസ്സിലാക്കി അതിൽ നിന്നും ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിങ് ചെയ്യുമായിരുന്നു. അതായത് ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ AI ക്യാമറ. ഇപ്പോൾ AI ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? AI ക്യാമറ പ്രവർത്തിക്കുന്നത് സാധാരണഗതിയിൽ പോകുന്ന വാഹനങ്ങളുടെ ഡാറ്റാബേസ് വെച്ചുകൊണ്ട് ഈ ക്യാമറയെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ കാറുകൾ, ബൈക്കുകൾ, ഓട്ടോറിക്ഷ, ബസ്, ഇത് ഓരോന്നും അതിനെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ബസ് കണ്ടാൽ അത് ബസ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, കാർ കണ്ടാൽ കാറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ കാറിനെയും ബസ്സിനെയും ബൈക്കിനെയും ഒക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു ട്രെയിനിങ് ഡാറ്റ ഉപയോഗിച്ച് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഒരു പുതിയ ഡാറ്റ വരുമ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഒറിജിനൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ജനറേറ്റീവ് AI വന്നപ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റയെ ആസ്പദമാക്കി പുതിയൊരു ഡാറ്റ തന്നെ സൃഷ്ടിക്കുന്നതിനുള്ള കേപ്പബിലിറ്റി വന്നു. ഉദാഹരണത്തിന്, എൻ്റെ ഒരു പഴയ ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു ഭാഗം നശിച്ചു പോയി. ഒന്നുകിൽ അത് ചിലരെടുത്ത് പോവുകയോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഭാഗം ഇല്ല. ഇത്രയും ഭാഗമേ ഉള്ളൂ. ജനറേറ്റീവ് AI മോഡൽ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഉള്ള ഭാഗം
കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതിനെ ബേസ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം സ്വയം ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ഭാഗം എന്ത് ചെയ്യാൻ പറ്റും? പുതുതായി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ള ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായി പഠിച്ചിട്ട് ഒരു പുതിയ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഒരു പുതിയ ട്രെയിനിങ് സെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റിയാണ് ജനറേറ്റീവ് എഐയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൊതു സമൂഹത്തിൽ നന്നായി പ്രസൻസ് ഉള്ള ഒരു വ്യക്തി, ഒരു പൊതുപ്രവർത്തകനാണെന്ന് വെക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരം, ഇവരുടെയൊക്കെ നിരവധി വീഡിയോസ്, പ്രസംഗങ്ങൾ, ഇൻ്റർവ്യൂസ് ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ട്രെയിനിങ് ഡേറ്റയായി എടുക്കും. അപ്പോൾ ഓരോ സംഭാഷണത്തിനും അടിസ്ഥാനമായിട്ട് അവരുടെ മുഖം ഏത് രീതിയിലാണ് ചലിക്കുന്നത് ഇത് സ്റ്റഡി ചെയ്യും. ഇത് സ്റ്റഡി ചെയ്തതിന് ശേഷം പുതിയൊരു സംഭാഷണം ഞാൻ കൊടുത്താൽ അതിനനുസരിച്ച് മുഖം ചലിപ്പിക്കാൻ പറ്റും. അതാണ് ഫ്രഷ് ഡാറ്റ ക്രിയേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. അത് ജനറേറ്റീവ് എഐയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഒരാളുടെ വീഡിയോസും ഓഡിയോസും പബ്ലിക് ഡൊമൈനിലുണ്ട്, അത്രത്തോളം കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തീരെ നമ്മുടെ ഒരു വോയിസോ നമ്മുടെ ചിത്രങ്ങളോ പബ്ലിക് ഡൊമൈനിൽ ഇല്ല എങ്കിൽ ട്രെയിനിങ് ഡാറ്റ ഇല്ല. ട്രെയിനിങ് കൊടുത്താലേ സിസ്റ്റത്തിന് പുതിയ ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം പബ്ലിക് ഡൊമൈനിൽ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടോ അത്രത്തോളം ട്രെയിനിങ് ഡാറ്റ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി, ആ തരത്തിലൊക്കെയുള്ള ആളുകളുടെ ഒരുപാട് മാസീവ് ഡാറ്റ വിൽ ബി അവൈലബിൾ. ഫിലിം ആക്ടേഴ്സിൻ്റെ, സ്പോർട്സ് പേഴ്സൺസിൻ്റെ, പബ്ലിക് ഫിഗേഴ്സിൻ്റെ. അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ, ഒരു 1 hour ലോങ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഓരോ വാക്കുകൾക്കും അടിസ്ഥാനമായിട്ട് അവരുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സും ഫേസ് മൂവ്മെൻറ്റ്സും അബ്സോർവ് ചെയ്തു. അതിനുശേഷം ഞാനൊരു വോയിസ് കൊടുത്താൽ അതിനനുസരിച്ച് അവരുടെ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ വിഷ്വൽസ് ആണ് ഡീപ്പ് ഫേക്ക് വീഡിയോസ് ആയിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഇപ്പോൾ ChatGPT എന്ന് പറയുന്ന ഒരു ടൂൾ നമുക്കറിയാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റാണ്. നമ്മൾ ചോദിക്കുന്ന ക്വയറിക്ക് ആസ്പദമാക്കി ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് ആ ട്രെയിനിങ് ഡാറ്റേനെ ബേസ് ചെയ്തുള്ള റിസൾട്ടാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമേജ് നമുക്ക് പാതി ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിട്ടുന്നു, അതിന് റീകൺസ്ട്രക്ട് ചെയ്യാൻ ജനറേറ്റീവ് എഐ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആനിമേഷൻ വീഡിയോസ് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ടോട്ടലി ഒറിജിനൽ ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും, പൈറസി ഒന്നുമില്ല. പുതിയൊരു സൃഷ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാ സാഹചര്യത്തിലും ഇത് ഗുണകരമാണ്. ക്രിയേറ്റിവിറ്റി ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ സ്വന്തം ഇൻ്റലിജൻസിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്തെടുക്കാനും, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പുതിയൊരു ചിത്രം വരയ്ക്കണം, ജനറേറ്റീവ് എഐ വഴി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുതിയ ചിത്രം, ഒരു പുതിയ സ്റ്റൈലിസ്റ്റ് ഒക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ഷൻ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൂൾസ് നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആ ടൂള് നമുക്കതിൻ്റെ ഒരു ട്രസ്റ്റ് സ്കോർ തരും, അല്ലെങ്കിൽ കോൺഫിഡൻസ് സ്കോർ. ഇപ്പോൾ ഒരു വീഡിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്താൽ 80% ട്രസ്റ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഒരുവിധം വിശ്വസനീയമാണെന്ന് അർത്ഥം. 20% ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഫാബ്രിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ CDAC മായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഡീപ്പ് ഫേക്ക് ഡിറ്റക്ഷൻ ടൂൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും സ്റ്റേറ്റ് പോലീസ് ഏജൻസീസിനെല്ലാം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.